ശബരിമലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് വിഷൻ ശബരിമല. ഈ പദ്ധതിയുടെ ഭാഗമായി അടുത്ത വർഷം മുതൽ ശബരിമലയ്ക്കായി പ്രത്യേക ബജറ്റ് അവതരിപ്പിക്കും. കൂടാതെ പമ്പയിൽ പുതിയ പിൽഗ്രിം സെന്റർ ആരംഭിക്കാനും തീരുമാനിച്ചു. അന്തരീക്ഷത്തിലെ മീഥേൻ വാതകത്തെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ക്ലീനിംഗ് ഏജന്റ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഹൈഡ്രോക്സിൽ റാഡിക്കൽ. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് നിയന്ത്രിക്കുന്നതിൽ ഈ സംയുക്തം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഏത് നദിയിലാണ് 5129 കോടി രൂപ ചെലവിൽ സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി ഇന്ത്യ നിർമ്മിക്കുന്നത്? ചിനാബ് നദിയിൽ. ഈ പദ്ധതിയുടെ സ്ഥാപിത ശേഷി 1856 മെഗാവാട്ട്. ഉധംപൂർ, റംബാൻ, റിയാസി ജില്ലകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഹിമാചൽ പ്രദേശിലെ ബരാല ലാ പാസിൽ നിന്നാണ് ചെനാബ് നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദിയാണ് ചെനാബ്. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ അഥവാ NHPC ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. 2026 ICC പുരുഷ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. 2007 നടന്ന ആദ്യ 2020 ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. 2026 അസമിലെ ദീബ്രുഗഡിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ടീം സർവീസസ്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. ഇന്ത്യയിലെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി. 1941 സന്തോഷ് ട്രോഫി ആരംഭിച്ചത്. 2026 രാജസ്ഥാനിലെ ഹനുമാൻഗഡിൽ നടന്ന ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് കേരളം.